ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതാമൃതം 10-ാം സ്കന്ധം തുടരുകയാണ്. ശരത്കാലം. രാമകൃഷ്ണന്മാർ ഇപ്രകാരം വ്രജത്തിൽ പാർത്തുവരവേ ആകാശം കാറൊഴിഞ്ഞ് തെളിഞ്ഞു. ജലാശയങ്ങളെല്ലാം നിർമ്മലങ്ങളായി. ഇളം തെന്നൽ വീശിത്തുടങ്ങി. ശരത്കാലം ആരംഭിച്ചു. താമരപ്പൂക്കൾ വിടർന്നു വിളങ്ങിയ താമരപ്പൂക്കൾ വിടർന്നു വിളങ്ങിയ പൊയ്കകളിലെ ജലം യോഗഭ്രഷ്ടന്മാരുടെ മനസ്സ് പുനരാരംഭിച്ച യോഗാനുഷ്ഠാനത്താൽ എന്ന പോലെ വീണ്ടും സ്വച്ഛശാന്തങ്ങളായി. വാനിലെ കാർമുകിലും ചെടികളുടെ കൂടിപ്പിണയിലും ഭൂമിയിലെ ചെളിയും വെള്ളത്തിലെ അഴുക്കും കൃഷ്ണഭക്തി സർവ ആശ്രമികളുടെയും അശുഭത്തെ എന്ന പോലെ ശരത്കാലം അപഹരിച്ചു. വാരിതങ്ങൾ തങ്ങളുടെ സർവസ്വവും ദാനം ചെയ്ത് തെക്തേഷ്ണരും മുക്തകിൽബിഷരും ശാന്തരുമായ മുനിജനങ്ങളെപ്പോലെ ശുഭ്രശോഭങ്ങളായി തീർന്നു. പർവ്വതങ്ങൾ ചിലയിടങ്ങളിൽ നിർമ്മല ജലത്തെ, ജ്ഞാനികൾ ജ്ഞാനാമൃതത്തെ ചിലപ്പോൾ ചിലർക്ക് ദാനം ചെയ്യും പോലെ പ്രവഹിപ്പിച്ചു കൊണ്ടിരുന്നു. ആഴമില്ലാത്ത ജലാശയങ്ങളിൽ വസിക്കുന്ന ജന്തുക്കൾ ജലം ദിനം പ്രതി വറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം കുടുംബാസക്തരായി മൂഢരായിരിക്കുന്ന ആളുകൾ പ്രതിദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആയുസ്സിനെ എന്ന പോലെ അറിഞ്ഞതേയില്ല. ആഴം കുറഞ്ഞ വെള്ളത്തിൽ വാഴുന്ന ജന്തുക്കൾ ശാരദാർക്കൻ്റെ താപത്തെ, കുടുംബഭാരയുക്തനും അജിതേന്ദ്രിയനും ദീനനുമായ ദരിദ്രൻ സംസാരതാപത്തെ എന്ന പോലെ അനുഭവിച്ചു പോന്നു. നിലങ്ങൾ പങ്കത്തെയും വല്ലികൾ പച്ചനിറത്തെയും ബുദ്ധിമാന്മാർ അനാത്മാക്കളായ ശരീരാദികളിൽ അഹംമമതകളെ എന്ന പോലെ വെടിഞ്ഞു. ശാരദാഗമത്തിൽ സമുദ്രം അലയൊതുങ്ങി. ഹരേ ഗുരുവായൂരപ്പ. ശരദാഗമത്തിൽ സമുദ്രം അലയൊതുങ്ങി മനമടങ്ങിയ മുനിയുടെ വേദാധ്യയനം പോലെ നിശബ്ദമായി തീർന്നു. പാടത്തൂടെ പായുന്ന വെള്ളത്തെ കൃഷിക്കാർ ഉറപ്പുറ്റ ചിറകെട്ടി ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് പായുന്ന പ്രാണശക്തികളെ യോഗികൾ പ്രാണായാമം കൊണ്ടെന്ന പോലെ തടുത്തു നിർത്തി. ശരൽക്കാലത്തെ ചണ്ഡകിരണൻ്റെ താപം കൊണ്ടുണ്ടായ സന്താപത്തെ ശീതകിരണൻ, ദേഹാഭിമാനം കൊണ്ടുണ്ടാകുന്ന താപങ്ങളെ ആത്മബോധമെന്ന പോലെയും വ്രജവനിതകളുടെ വിരഹതാപത്തെ ഗോകുലചന്ദ്രൻ എന്ന പോലെയും അപഹരിച്ചു. കാർമുകിലൊഴിഞ്ഞ് താരകൾ തിളങ്ങുന്ന ശരദംബരം വേദാർത്ഥഗ്രഹണ സമർത്ഥവും സത്വഗുണപൂർണവുമായ ചിത്തം എന്ന പോലെ പ്രശോഭിച്ചു. താരാപരിവൃതനായ മുഴുതിങ്കൾ പിണ്ടലത്തിൽ, വൃഷ്ണിചക്രാവൃതനായ വാസുദേവൻ ദ്വാരകയിലെന്ന പോലെ വിളങ്ങി. മലർവാടിയിൽ തട്ടി വീശുന്ന സമശീതോഷ്ണമായ മന്ദമാരുതനേറ്റ് ജനങ്ങളുടെ താപം നീങ്ങി. പക്ഷേ കൃഷ്ണാകൃഷ്ടമാനസകളായ ഗോപികളുടെ താപം അതുകൊണ്ടൊന്നും തീർന്നില്ല. ഗോക്കളും മൃഗങ്ങളും ഖഗങ്ങളും നാരികളും സ്വനാഥന്മാരോട് ചേർന്ന് ഈശ്വരപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന പോലെ സഫലത നേടി. സൂര്യോദയത്തിൽ ജലാശയങ്ങളിലെ കുമുദമൊഴിച്ചുള്ള മറ്റു കുസുമങ്ങളെല്ലാം നീതിനിഷ്ഠനായ രാജാവിൻ്റെ ഭരണത്തിൻ കീഴിൽ ചോരന്മാരൊഴിച്ചുള്ള പ്രജകൾ എല്ലാം എന്ന പോലെ സന്തോഷവികസിതങ്ങളായി. പുരങ്ങളിലും ഗ്രാമങ്ങളിലും ഹോമങ്ങളും ഇന്ദ്രിയപ്രീതികരങ്ങളായ ഉത്സവങ്ങളും ആഘോഷിക്കപ്പെട്ടു. പഴങ്ങൾ തൂങ്ങുന്ന സസ്യങ്ങളെ കൊണ്ട് നാടാകെ ശോഭിച്ചു. ഹരികലാസംഭൂതരായ രാമകൃഷ്ണന്മാരെ കൊണ്ട് ഭൂമി നിതരാം സമ്പത്സമൃദ്ധമായി. വണിക്കുകൾ, മുനിമാർ, മന്നവന്മാർ, വടുക്കൾ എന്നിവർ വർഷാകാലത്ത് മുടങ്ങിക്കിടന്ന തങ്ങളുടെ വാണിജ്യം, പാരിവ്രാജ്യം, ദിഗ്വിജയം, ഭിക്ഷാടനം എന്നിവയെ ശരദാഗമത്തിൽ പുറത്തിറങ്ങി പരലോകഭോഗങ്ങളെ കാക്ഷിച്ച് തപസ്സാചരിച്ചിരുന്ന സിദ്ധന്മാർ പ്രാരബ്ധ ശരീരാവസാനത്തിൽ ഉദ്ദിഷ്ടഭോഗങ്ങളെ എന്ന പോലെ യഥേഷ്ടം സാധിച്ചു വന്നു. വല്ലവികളുടെ വല്ലായ്മ. ശുഗമുനി തുടർന്നു പറഞ്ഞു. സ്വച്ഛജലം നിറഞ്ഞ പൊയ്കകളോടുകൂടിയതും പത്മാകര സുഗന്ധിയായ മന്ദമാരുതൻ വീശിക്കൊണ്ടിരിക്കുന്നതുമായ വൃന്ദാവനത്തിൽ ഗോവിന്ദൻ ഗോഗോപസമേതനായി പ്രവേശിച്ചു. പൂത്തു നിൽക്കുന്ന തരുക്കളിലെയും താമരകളിലെയും വല്ലികളിലെയും തേനുണ്ട് മതിച്ചു പാട്ടുപാടുന്ന മധുപങ്ങളാലും പക്ഷികളാലും ശബ്ദായമാനമായ വനങ്ങളും സരസ്സുകളും നിറഞ്ഞ വൃന്ദാവനത്തിൽ ബലഗോപാലരോടൊത്ത് പ്രവേശിച്ച്
പശുക്കളെയും മേച്ച് മാധവൻ വേണുനാദം ഉതിർത്തു. വേണുനാദം കേട്ട് മാരപരവശരായ വല്ലവികൾ പരസ്പരം കൃഷ്ണവിഹാരങ്ങൾ വർണ്ണിച്ചു. വിഹാരങ്ങൾ വർണ്ണിക്കാൻ ആരംഭിച്ചപ്പോൾ സ്മരവേഗത്താൽ അസ്വസ്ഥചിത്തകളാകയാൽ വർണ്ണന തുടരാൻ അവർ അശക്തകളായി തീർന്നു. മുടിയിൽ പീലി തിരുകി നടനെപ്പോലെ മോടിച്ചേർത്ത് കാതുകളിൽ കർണികാരപ്പൂ ചൂടി കനകകാന്തി ചിന്തുന്ന മഞ്ഞപ്പൂന്തുകിൽ ഉടുത്തണിഞ്ഞ് വൈജയന്തിമാല മാറിൽ ചാർത്തി ഗോപവൃന്ദത്താൽ കീർത്തിതനായി വേണുരന്ധ്രങ്ങളെ അധരസുധയാൽ പൂരിപ്പിച്ചുകൊണ്ട് സ്വപദപ്രചാരത്താൽ മോഹനമായ വൃന്ദാവനത്തിൽ നന്ദനന്ദനൻ പ്രവേശിച്ചു. ഇപ്രകാരം സർവഭൂതമനോഹരമായ വേണുനാദം കേട്ട് സർവവ്രജസ്ത്രീകളും അന്യോന്യം ശ്രീകൃഷ്ണനെ വർണ്ണിച്ച് ആനന്ദമാർന്നു. തോഴികളെ ചങ്ങാതിമാരുമൊത്ത് കാലികളെയും മേച്ച് അനുരാഗം വഴിയുന്ന കടാക്ഷവും പൊഴിച്ച് പുല്ലാങ്കുഴലും വിളിച്ച് നടക്കുന്ന നന്ദഗോപസുതന്മാരുടെ വദനാരവിന്ദം ആസ്വദിക്കാൻ കഴിയുന്നതിലും മീതെ ഒരു പ്രയോജനം കണ്ണുകൾ കൊണ്ട് ഉള്ളതായി ഞങ്ങൾക്കറിവില്ല. മാന്തളിരും മയിൽപ്പീലിയും ചാർത്തി നീലത്താമരമാലയും അണിഞ്ഞ് പീതനീലാംബരധാരികളായി കൃഷ്ണരാമന്മാർ ചിലപ്പോൾ ചങ്ങാതിമാരുടെ നടുക്കിരുന്ന് നടന്മാരെ പോലെ പാട്ടുപാടിക്കളിച്ചു. വല്ലവികളെ, ഈ പുല്ലാങ്കുഴൽ എന്തൊരു സുഹൃതമാണ് ആചരിച്ചത്! എന്തൊരാശ്ചര്യം! വ്രജവനിതകൾക്കും കൂടി ദുർലഭമായ ദാമോദരാധരസുധയെ അതിൻ്റെ രസത്തെ മാത്രം ഈ മുരളി സദാ സ്വയം ആസ്വദിക്കുന്നുവല്ലോ. തരുക്കളും തടാകങ്ങളും അതാ വിശിഷ്ടജനങ്ങളെപ്പോലെ രോമാഞ്ചം പൂണ്ട് ആനന്ദബാഷ്പം പൊഴിക്കുന്നു. ഐ സഖി, ദേവകീനന്ദനൻ്റെ പദപത്മവിന്യാസത്താൽ അലങ്കൃതമായ വൃന്ദാവനം ഭൂമിയുടെ കീർത്തിയെ വർദ്ധിപ്പിക്കും. നന്ദസൂനുവിൻ്റെ വേണുഗാനം കേട്ട് മദം പൂണ്ട മയിലുകളുടെ ആനന്ദനൃത്തം കണ്ട് കാട്ടിലെ സകല ജന്തുക്കളും നിശ്ചലചേഷ്ടങ്ങളായി നിലകൊള്ളുന്നു. വിചിത്രവേഷധരനായ നന്ദനന്ദനനെ വേണുഗാനത്താൽ ആകൃഷ്ടകളായി കൃഷ്ണസാരങ്ങളോടൊത്ത് സ്നേഹപൂർവം നോക്കി നിൽക്കുന്ന ഈ ഹരിണികൾ മന്ദമതികളെങ്കിലും ധന്യകൾ തന്നെ. വനിതാമനോമോഹനമായ രൂപവും ശീലവും പൂണ്ട കൃഷ്ണനെ കാണുകയും വിചിത്രമായ വേണുഗാനം കേൾക്കുകയും ചെയ്കയാൽ വിമാനവാസികളായ വാനോർനാരിമാരുടെ മുടിക്കെട്ടും മടിക്കുത്തും അഴിഞ്ഞുപോയി. കൃഷ്ണൻ്റെ ഗാനാമൃതം ഗോക്കൾ ഉയർത്തിപ്പിടിച്ച കാതുകൾ കൊണ്ട് പാനം ചെയ്യുന്നു. പാൽ കുടിക്കുന്ന കന്നുകൾ കണ്ണനെ കണ്ണീരും വാർത്തു നോക്കി നിൽക്കുന്നു. പാൽ വായിൽ കൂടി ഒഴുകിപ്പോകുന്നു. പുല്ലു തിന്നുന്ന കന്നുകൾ പുല്ലും വായിലാക്കി നോക്കി നിൽക്കുന്നു. ഐ സഖി, ഈ വൃന്ദാവനത്തിലെ വിഹഗങ്ങൾ തളിരാർന്ന തരുക്കളിലിരുന്ന് കണ്ണനെ കണ്ടും കളവേണുഗീതം കേട്ടും ഒന്നും മിണ്ടാതെ കണ്ണും തുറന്നിരിക്കുന്നത് കണ്ടാൽ മാമുനികളോ എന്ന് തോന്നും. മുകുന്ദൻ്റെ മുരളീഗാനം കേട്ട് മാരാതുരയായ കാളിന്തി അതാ ചക്രം ചുറ്റുന്നു. കല്ലോലകരങ്ങൾ കൊണ്ട് കമലങ്ങൾ കാഴ്ചവെച്ച് കണ്ണൻ്റെ കാലിണ തഴുകുന്നു. കാർവർണ്ണൻ വെയിലത്ത് തോഴരോടൊരുമിച്ച് കാലിയും മേച്ച് കുഴലും വിളിച്ച് നടക്കുന്നത് കണ്ട് കാർമുകിൽ തൻ്റെ തോഴന് സ്വതനുവാൽ ആദപത്രം ചമച്ചു. വാനോർ പൂമഴയും പൊഴിച്ചു. ദൈതാസ്തനമണ്ഡിതമായ കുങ്കുമം പതിഞ്ഞ കൃഷ്ണൻ്റെ പാദപത്മത്താൽ കുങ്കുമാങ്കിതമായ തൃണങ്ങളെ കണ്ട് മദനാർത്ഥകളായി ആ കുങ്കുമത്തെ മുഖത്തും കൊങ്കയിലും ചാർത്തി താപം തീർത്ത ശബരതരുണികൾ എത്രയോ ഭാഗ്യവതികൾ. രാമകൃഷ്ണ പാദസ്പർശം കൊണ്ട് പ്രമോദഭരിതനായി അവർക്കും ഗോപന്മാർക്കും ഗോക്കൾക്കും വേണ്ടുന്ന കുളിർനീരും കൈകനികളും ഇളമ്പുല്ലുകളും ഗിരികന്ധരങ്ങളും നൽകി അവരെ സൽക്കരിക്കുന്ന ഈ ഗോവർദ്ധനഗിരി അല്ലയോ തോഴികളെ, ഹരിദാസരിൽ അഗ്രഗണ്യനാകുന്നു. ഇതെന്തൊരാശ്ചര്യം സഖികളെ! ഗോപബാലരോടൊത്ത് വനം തോറും കാലിമേച്ച് കാലുകെട്ടാനും പിടിച്ചുകെട്ടാനുമുള്ള കയറും പേറിക്കൊണ്ട് സഞ്ചരിക്കുന്ന രാമകൃഷ്ണന്മാരുടെ അവ്യക്തമധുരമായ മുരളീഗാനം കേട്ട് ജംഗമജന്തുക്കൾ സ്ഥാവരങ്ങളാകുന്നു, സ്ഥാവര തരുക്കൾ പുളകഭൂഷിതങ്ങളുമാകുന്നു. ഹരേ, ഇപ്രകാരം വൃന്ദാവനചാരിയായ ശ്രീ ഭഗവാന്റെ ക്രീഡകളെ പരസ്പരം വർണ്ണിച്ച് ഗോപികൾ തന്മയകളായി തീർന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ